ിലെ അടുത്തുള്ള മരത്തിൽ സുമതിയുടെ ശരീരം ചാരിവെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസികളായ കാണിക്കാർ സുമതിയുടെ ശരീരം കണ്ടെത്തിയത്. എന്നാൽ 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാകുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാകാതെ മരിച്ച സുമതിയുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുവാൻ തുടങ്ങി. സുമതിയുടെ മരണത്തിനു ശേഷം 200-ലേറെ മൃതദേഹങ്ങൾ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാത്രികളിൽ വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും പറയാറുണ്ട്. പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായും പറയപ്പെടുന്നു.